ഹരിമോഹൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ നഷ്ടമായ പഞ്ചലോഹ വിഗ്രഹം അതെവിടെ, ഒപ്പം സ്വർണ്ണക്കൊള്ളയിൽ മറിഞ്ഞിരിക്കുന്ന ആ ഉന്നതനാര്, അത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഈ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉടനടി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, ഈ ഡി മണി എന്ന് പറയുന്ന ആളുടെ പേര് തുടക്കം മുതൽക്ക് ഈ വ്യവസായി രമേശ് ചെന്നിത്തല സുഹൃത്തായ വ്യവസായി നൽകിയ മൊഴി വന്ന സമയം മുതൽക്ക് തന്നെ ഡി മണി ആരാണെന്നുള്ള അന്വേഷണം SIT നടത്തി തുടങ്ങിയിരുന്നു. ഈ ഡി മണി എന്ന് പറയുന്നത് ഒരു ഫേക്ക് നെയിമാണോ, അതൊരു വ്യാജ പേരാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് SITക്ക് ഉണ്ടായിരുന്നത്. അതിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദുബായിലൊക്കെ തന്നെ ഇടപാടുകൾ നടത്താൻ ശേഷിയുള്ള ഡി മണി എന്ന് പറയുന്ന ആൾ, ഇയാളുടെ പേരുകളെ കുറിച്ച് ചില സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകൻ എന്നുള്ള പേര് ഇയാൾക്ക് ഇതിനോടകം തന്നെ ഇയാളുടെ ശരിയായ പേരാണോ എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദിണ്ടിഗൽ സ്വദേശിയാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. മാത്രമല്ല SIT ഒരു കാര്യം കൂടി പറയുന്നത്, 2020 ഒക്ടോബർ 26 കേരളത്തിലേക്ക് വലിയ രീതിയിൽ 2000 നോട്ടുകെട്ടുകൾ അടങ്ങിയ പണം പഞ്ചലോഹ വിഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. ആ വാഹനം അടക്കം വന്നിട്ടുള്ളത് ദിണ്ടിഗലിൽ നിന്നാണ് എന്നുള്ള കാര്യം SIT സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല ദിണ്ടിഗലിലാണ് ഇയാളുടെ സ്വദേശം എന്നടക്കം SIT പറയുന്നു. മാത്രമല്ല ഇയാളുടെ പേരിലാണ് ഇനിയിപ്പോൾ ചില സംശയങ്ങളുള്ളത്. ബാലമുരുകൻ എന്നടക്കമുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, ഇന്നലെ ചോദ്യം ചെയ്ത ആ ഒരു ഘട്ടത്തിൽ, അതായത് പ്രാഥമികമായി ചില വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ കൃത്യമായി അറിയേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ. അതായത് SITയുടെ ഒരു സംഘത്തിന്റെ ഒരു നിരീക്ഷണത്തിലാണ് ഈ മണി എന്ന് പറയുന്ന ആൾ. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോവുകയോ അല്ല ചെയ്തത്. കൃത്യമായി നിരീക്ഷണത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചത്. ഇനിയിപ്പോൾ 2ാം ദിവസം ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഇയാളിൽ നിന്ന് അറിയേണ്ടത് അന്ന് ഈ വ്യവസായി പറഞ്ഞതുപോലെ ആർക്കൊക്കെയാണ് പണം കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ നമുക്ക് ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയും. പക്ഷെ 2ാമത്തെ വ്യക്തി ആരാണ് എന്നുള്ള കാര്യമാണ്. അതായത് ശബരിമലയിലെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു ഉന്നതനുമായിട്ടാണ് ഈ പണമിടപാട് നടത്തിയത് എന്നുള്ള കാര്യമാണ് വ്യവസായി നൽകിയിട്ടുള്ള മൊഴി. ആ ഉന്നതൻ ആരാണ്, ആ ഉന്നതന് ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായി പറഞ്ഞിട്ടുള്ള മൊഴിയിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അതുപോലെ തന്നെ ഈ വിഗ്രഹം യഥാർത്ഥത്തിൽ ഈ വിഗ്രഹം എവിടെ നിന്നുള്ളതാണ്, അതായത് ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹമാണ് എന്നെന്തായാലും SIT അതിനെ വിശ്വസിക്കുന്നില്ല. മറ്റേതെങ്കിലും ക്ഷേത്രത്തിലേതാണോ, ആരാണ് ഈ പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുവന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സ്ഥിരീകരണം നടത്തേണ്ടത്. അതായത് ശബരിമലയിൽ ആകെയുള്ളത് ഒരേ ഒരു പഞ്ചലോഹ വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വേണ്ടിവരും. ഇപ്പോൾ വ്യവസായി തനിക്കറിയാവുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നൽകിയത്. പക്ഷെ അതിൽ കുറെ കൂടി വ്യക്തതയോടുകൂടിയുള്ള മൊഴി നൽകാൻ കഴിയുക മണിക്കാണ് എന്നുള്ളത് തന്നെയാണ് SIT കരുതുന്നത്. മാത്രമല്ല ഈ ഒരു തവണ മാത്രമാണോ ഇത്തരത്തിൽ വിഗ്രഹം കടത്തി താൻ പണം നൽകിയിട്ടുള്ളത്, ഇതിനു മുൻപോ അല്ലെങ്കിൽ അതിനു ശേഷമോ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതിന് പോറ്റി ഇടനിലക്കാരനായി നിന്നിട്ടുണ്ടോ, മറ്റാരൊക്കെയാണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് മണിക്ക് അറിയാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ SITക്ക് അറിയേണ്ടതുണ്ട്. അതിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ ഇന്നും നടക്കുമെന്നുള്ളതാണ്. അതിൽ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത വരെ നിലവിൽ കാണുന്നുണ്ട്. ഇന്നലെ എന്തായാലും അങ്ങനെ ഒരു സാധ്യത തൽക്കാലം വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം കൂടി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ചെന്നൈയിൽ തന്നെ തുടരാൻ SIT തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊരു കസ്റ്റഡിയിൽ എടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പൂർണ്ണമായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വിഗ്രഹ ഇടപാടുകൾ അല്ലെങ്കിൽ പുരാവസ്തു ഇടപാടുകൾക്ക് ഇടനില നിന്ന മറ്റു ചില വ്യക്തികളെ കൂടി SIT ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചില ആളുകളെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ മണിയുമൊക്കെയായി ബന്ധമുള്ള, ഒപ്പം തന്നെ ഈ സംഘവുമായി, അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമൊക്കെയായി അന്നത്തെ കാലത്തൊക്കെ സജീവമായി ബന്ധപ്പെട്ടിരുന്ന ചില വ്യക്തികൾ, തമിഴ്നാട് സ്വദേശികളാണ്, അവരെ കൂടി ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ റാക്കറ്റ് അല്ലെങ്കിൽ വലിയൊരു തട്ടിപ്പ് സംഘത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. അവർ ശബരിമലയുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ കൂടിയാണ്, അല്ലെങ്കിൽ വിവരങ്ങൾ കൂടിയാണ് SITക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ ശബരിമലയിൽ നിന്ന് ഈ സ്വർണം പുറത്തേക്ക് പോയി അല്ലെങ്കിൽ
രാജ്യത്ത് നിന്ന് തന്നെ ഈ സ്വർണം പുറത്തേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയുമോ എന്നുള്ളത് കൂടി SIT പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത കാര്യം, മൊഴിയിൽ മാത്രമുള്ള കാര്യമാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികളിലെ സ്വർണം വേർതിരിച്ച് അത് കൈമാറ്റം ചെയ്ത് പരസ്പരം പങ്കുവെച്ച് വിറ്റു എന്നുള്ള ചില മൊഴികൾ മാത്രമാണ് ഇപ്പോഴും SITയുടെ പക്കലുള്ളത്. അതല്ലാതെ ഈ സ്വർണം ശബരിമലയിലെ സ്വർണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ആ സ്വർണം കണ്ടെത്താൻ ഇതേവരെ SITക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ കഴിഞ്ഞത് കുറച്ച് 474 ഗ്രാം സ്വർണം, ഒരിടത്ത് നിന്ന് 109 ഗ്രാം സ്വർണം, ഇങ്ങനെ തത്തുല്യമായ സ്വർണം മാത്രമാണ് ചെന്നൈയിൽ നിന്നും ബെല്ലാരിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്നുള്ള സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇതേവരെ SITക്ക് ഉത്തരമില്ല. മാത്രമല്ല പ്രതികളിൽ നിന്ന് അതിന് കൃത്യമായ മറുപടിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്വർണം ഒരു പക്ഷേ രാജ്യത്തിന് പുറത്തേക്ക് പോയിരിക്കാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും തള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് SIT കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സ്വർണം രാജ്യത്തിന് പുറത്തേക്ക് പോയി എന്നുള്ള മൊഴി ഇവരിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് കേസിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയൊക്കെ തന്നെ മുൻപ് അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവും അതിന് നേതൃത്വം നൽകിയ സുഭാഷ് കപൂർ അടക്കമുള്ള ആളുകളുടെ ഉദാഹരണമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SITയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര സംഘവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ശബരിമലയിലെ തട്ടിപ്പിന് ബന്ധമുണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയ്ക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വ്യവസായി, അതായത് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള രാജ്യത്തിന് വെളിയിലുള്ള ദുബായിലുള്ള വ്യവസായി, ആ വ്യവസായിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി SIT പരിശോധിക്കും. കാരണം ഇപ്പോൾ നൽകിയിട്ടുള്ള വിവരത്തിനപ്പുറത്തേക്ക് ഇയാൾക്ക് മറ്റെന്തെങ്കിലും വിവരം അറിയുമോ എന്നുള്ളത് കൂടി നോക്കുന്നുണ്ട്. കാരണം SITക്ക് ഒരു കാര്യം ഉറപ്പാണ്, മുൻപ് സമാനമായി ഈ സംഘത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി. ഇയാൾ മുഴുവൻ കാര്യങ്ങളും തങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ SITക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുപോയ ഭയമുണ്ട്, അല്ലെങ്കിൽ തന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് ഇയാൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ SITക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതലായി ഈ വ്യവസായിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി എന്തായാലും ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെന്നൈയിൽ ഇപ്പോൾ തുടരുന്ന SITയെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ വളരെ നിർണായകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണി, ദാവൂദ് മണി എന്നറിയപ്പെടുന്ന വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ നിലവിൽ ചെന്നൈയിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും നിൽക്കുന്നത്. രാജ്യത്തിന് പുറത്തേക്കുള്ള, അതായത് ദുബായ് മണി എന്നൊക്കെ ഒരു കാലത്ത് ഇയാളെ വിളിച്ചിരുന്നു. മാത്രമല്ല ദുബായിൽ നിരന്തരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന, അവിടെ ചില കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ അത്ര സജീവമല്ല. ഇപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ച്, തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഇടപാടുകളൊക്കെ ഉണ്ട് ഇയാൾക്ക്. മാത്രമല്ല ഇയാൾക്ക് വലിയൊരു രീതിയിൽ ഉള്ളൊരു ഗുണ്ടാ സെറ്റപ്പൊക്കെ അടക്കം ഇപ്പോൾ ഉണ്ട്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, അയാൾ വേറൊരു രീതിയിലായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കൂടുതലും ചെന്നൈ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് SITക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് അയാളെ കൃത്യമായി അയാൾ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് SITയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ വിലയിരുത്തുന്നത്. കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മണിയുമായി ഫോണിൽ ബന്ധപ്പെടുകയും താൻ ചില കാര്യങ്ങൾ പറയാം എന്ന് മണി ഉറപ്പു നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SIT അങ്ങോട്ടേക്ക് എത്തുന്നത്.